ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിത് പയന കാർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അവിടെ. അതിൻ്റെ കാരണം എന്താ എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. നമ്മളിങ്ങനെ പാറിപ്പോകുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് കാറുകൾ കണ്ടാലോ. ഈ പുള്ളിയില്ലേ, വീരേന്ദ്ര ഹെഗ്ഡെ, പുള്ളിയുടെയാണ് കേട്ടോ ഈ ഹോൾ മ്യൂസിയം. പുള്ളി കളക്ട് ചെയ്തതും പുള്ളി യൂസ് ചെയ്തതുമായിട്ടുള്ള കാറുകളും ബൈക്കുകളും പിന്നെ ആക്സസറീസും ഒക്കെയാണ് കേട്ടോ ഈ മ്യൂസിയത്തിലുള്ളത്. നിങ്ങളൊരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ, അതായത് വണ്ടികളോട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ബൈക്കിനോടും കാറിനോടും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ക്രേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. ഇത് കണ്ടോ, പല്ലക്ക് മുതൽ എല്ലാ കൈൻഡ് ഓഫ് വണ്ടികളും അതിൻ്റെ എൻജിനും ടയറുകളും അങ്ങനെ എല്ലാം എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ നിന്നാൽ തീരാത്ത അത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ്. ഇത് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്ത കുട്ടി. എൻ്റെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞു വാവനെ കണ്ടില്ലേ, അവളാണ് ഏറ്റവും ഇളയത് കേട്ടോ. ഞാൻ തുടങ്ങി 7 പേരാണ് ഞങ്ങൾ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആയിട്ടുള്ളത്. അതിൽ ഇപ്പം കണ്ട ഞങ്ങൾ 4 ഗേൾസും പിന്നെ 3 ബോയ്സുമാണേ. ഈ വണ്ടി കണ്ടോ, ഇതിൻ്റെ പേര് പ്രിയാന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നിന്നൊരു വീഡിയോ എടുത്തതാണേ. അപ്പോൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞങ്ങൾ മൊത്തം 7 പേരാണേ. അതിലിപ്പോൾ 6 പേരുണ്ട്. എൻ്റെ അനിയൻ UK യിലായതുകൊണ്ട് അവൻ മാത്രം എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ കുഞ്ഞു വാവയില്ലേ, അവളാണ് ഞങ്ങളുടെ ഏറ്റവും ഇളയ കുട്ടി കേട്ടോ. അപ്പോൾ അവളും ഞാനും ഏകദേശം 24 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അവൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാ പാർട്സും ഇങ്ങനെ ഊരിയിട്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ ക്യാമറാസ്, ഇസ്തിരിപ്പെട്ടികൾ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഇങ്ങനൊരു എവല്യൂഷൻ പോലെ. പിന്നെ ഈ കാണുന്നത് ലോക്കറാണ്, പണ്ട് യൂസ് ചെയ്തിരുന്ന ലോക്കറാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ നാട്ടിലേക്ക് പോവുക ചെയ്തത്. ബിക്കോസ് നല്ല മഴ പെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പുറത്ത് കൊടുങ്കാറ്റ് മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ ഗൈസ്.